നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഒരുപാട് കുട്ടികളുടെ സംശയമാണ്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ സംശയം നിങ്ങൾ തീർത്തതിന് ശേഷമേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. കാരണം പല കുട്ടികൾക്കും സംശയം എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരുപാട് പേര് ഓഫ്ലൈനിലെ കുട്ടികൾ ചോദിക്കാറുണ്ട്, ഓൺലൈനിലെ കുട്ടികൾ ചോദിക്കാറുണ്ട്. സാറേ, മോഡൽ എക്സാം ഫിസിക്സും മാത്സും ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു, എന്നാലും പബ്ലിക് എക്സാം ടഫാണ്. ഇത് എക്കാലത്തും നിലനിൽക്കുന്ന ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ആൻസർ പറയാം. ഒരു 5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും തയ്യാറാക്കുന്നത് പബ്ലിക് എക്സാമിന് വേണ്ടി, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പബ്ലിക് എക്സാമിന് വേണ്ടി 5 സെറ്റാണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ മോഡൽ എക്സാമിന് എല്ലാ വിഷയങ്ങളും തരുന്നത്. അടുത്ത 4 സെറ്റിൽ ഏതെങ്കിലും ഒരു സെറ്റാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരുന്നത്. അത് എളുപ്പമാണോ പാടാണോ എന്ന് ഒരാൾക്കും അറിയത്തില്ല. കാരണം അല്ലെങ്കിൽ അത്രയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവർക്ക് പോലും അറിയത്തില്ല. കാരണം പല ആൾക്കാർ ചേർന്നായിരിക്കും പല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന പല ആൾക്കാരായിരിക്കും. ഒരാൾക്ക് തന്നെ അറിയത്തില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോയി പരീക്ഷ എഴുതിക്കോ, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അല്ലാതെ എനിക്ക് ഒരിക്കലും ഇവിടെ നിന്നുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം നിന്നുകൊണ്ട് ഇത് എളുപ്പമായിരിക്കും, മോഡൽ എക്സാം എളുപ്പമായിട്ട് പബ്ലിക് എക്സാം എളുപ്പമായിരിക്കും, മോഡൽ എക്സാമിന് ടഫാണെങ്കിൽ പബ്ലിക് എക്സാം എളുപ്പം, അങ്ങനെയൊന്നും ഒരു ചോയ്സോ പ്രോബബിലിറ്റിയോ നമുക്ക് പറയാൻ സാധിക്കില്ല. എളുപ്പം ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും ഈ വർഷത്തെ എല്ലാ എക്സാമും നിങ്ങൾക്ക് നല്ല ഗംഭീരമായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ കഷ്ടപ്പെട്ടാൽ എല്ലാത്തിനും അതിൻ്റെ റിസൾട്ട് സൂപ്പറായിരിക്കും. ഇവിടെ നിങ്ങൾ നല്ലപോലെ കഷ്ടപ്പെടുക, ഉറപ്പായിട്ട് നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസൊക്കെ അങ്ങ് മാറ്റി വെക്കുക. ഇതാണ് സത്യാവസ്ഥ. ഓക്കെ, എല്ലാം നല്ലപോലെ പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട വീഡിയോസുകളെല്ലാം ഇട്ട് തരാം. അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട. എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ പറയുന്ന വീഡിയോസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ടെൻഷനും ഇല്ലാതെ സിമ്പിൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഈസി ആയിട്ട് പഠിച്ചിട്ട് പോകാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അന്നേരം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. നെവർ എവർ ഗിവ് അപ്പ്.